നമസ്കാരം. ലെബനനിൽ ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് യുദ്ധമല്ല, ഭീകര പ്രവർത്തനമാണ്. അത് സാങ്കേതിക തികവല്ല, ഭീരുത്വമാണ്. ഇസ്രയേലിലേക്ക് തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും വർഷാവർഷം 1100 ടൺ കളിപ്പാട്ടങ്ങളാണ് വരുന്നത്. അതിൽ ഒന്നിലെങ്കിലും ആരെങ്കിലും പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും ഇതുവരെ ഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇസ്രയേലിന്റെ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കട്ടെ എന്ന് ഏതെങ്കിലും ഭീകരർ വിചാരിച്ചിട്ടുണ്ട്? ലോകത്ത് മറ്റാർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല, ഇസ്രയേലിനല്ലാതെ. ഹെസ്ബുല്ലയെ ലക്ഷ്യം വെച്ച് അയച്ചതെന്ന് ഇസ്രയേൽ പറയുന്ന ആ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ച കുഞ്ഞുങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർവ്വവിനിമയ സംവിധാനവും തകരാറിലായ ഒരു രാജ്യത്ത് സാധാരണക്കാരും ഉപയോഗിച്ചിരുന്നതാണ് ആ പേജറുകൾ എന്ന് അറിയാതെയാണോ ഈ ക്രൂരകൃത്യം? സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. ഇസ്രയേൽ ഉണ്ടാക്കുന്ന ഉണങ്ങാത്ത മുറിവുകൾ. ഇസ്രയേലിനെ വിമർശിക്കാൻ തുടങ്ങുമ്പോഴേക്കും 1139 പേർ കൊല്ലപ്പെട്ട ഒക്ടോബർ 7 മറന്നുവോ എന്ന ഓർമ്മപ്പെടുത്തൽ എങ്ങു നിന്നും വരും. ഏറ്റവും അപലപിക്കപ്പെടേണ്ട അക്രമം തന്നെയാണ് അത്. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയത് ഒക്ടോബർ 7-നല്ല. 1948 അറബ് ഇസ്രയേലി യുദ്ധത്തിലെങ്കിലും തുടങ്ങി എന്ന് സമ്മതിച്ചാൽ മാത്രമേ ഈ യുദ്ധത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ സാധിക്കൂ. പൊട്ടിത്തെറിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടതായിരുന്നില്ലേ? ചാവേറുകൾ വന്നു നിന്ന് നഗരമധ്യത്തിൽ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു യുദ്ധമാർഗമാണോ ഇത്? ഇനി പേജറുകൾ മാത്രമല്ല, ഫോണുകളും ടെലിവിഷനുകളും വാഷിംഗ് മെഷീനുകളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്തു വിശ്വസിക്കും? ഒരു സോപ്പിന്റെ പോലും വലിപ്പമില്ലാത്ത പേജറിൽ ഒരു പരിശോധനയിലും കണ്ടെത്താനാകാത്ത സ്ഫോടക വസ്തു നിറയ്ക്കാൻ കഴിയുമെന്ന് ഈ ലോകത്തിന് അറിയാത്തതായിരുന്നില്ലല്ലോ. ഒരു യുദ്ധമാർഗം എന്ന നിലയിൽ ആരും അത് സ്വീകരിക്കാതിരുന്നത് പൗരന്മാരെ നേരിട്ട് ലക്ഷ്യമിടുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇസ്രയേൽ ചെയ്തത് എത്ര നീചമാണെന്നറിയാൻ ആ മാർഗം മാത്രം ആലോചിച്ചാൽ മതി. ലെബനനിൽ നിന്ന് പേജറുകൾക്കുള്ള ഓർഡർ പോകുന്നത് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയിലേക്കാണ്. 5000 പേജറുകൾ നിർമ്മിക്കാനുള്ള ആ കരാർ ഹംഗറിയിലേക്ക് മറിച്ചു നൽകുകയാണ് ഗോൾഡ് അപ്പോളോ. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 85 ദിവസം ഉപയോഗിക്കാവുന്നതാണ് ഈ പേജറുകൾ. ഹംഗറിയിൽ ഓരോ പേജറിലും 3 ഗ്രാമിൽ താഴെ വരുന്ന സ്ഫോടക വസ്തു നിറയ്ക്കുന്നു. ഇവയെല്ലാം ഒരേ സമയം പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനത്തിനൊപ്പം അവയുടെ യാത്രാമാർഗവും അപ്പപ്പോൾ ട്രാക്ക് ചെയ്യാനുള്ള വഴിയും മൊസാദ് ഒരുക്കിയിരുന്നു. മൊസാദ് അമർത്തിയ ഒരു ബട്ടണിൽ പക്ഷേ കുട്ടികൾ ഉൾപ്പെടെയാണ് മരിച്ചു വീണത്. യുദ്ധം ചെയ്തിരുന്നവരുടെ കയ്യിലായിരുന്നില്ല. ആ പേജറുകൾ മരുന്ന് വാങ്ങാൻ വന്നവരുടെയും സൂപ്പർ മാർക്കറ്റിൽ എത്തിയവരുടെയും ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നവരുടെയും കൈകളിൽ ആയിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന ഒരു വൃദ്ധൻ ആ സ്ഫോടനത്തിൽ വീഴുന്ന ദൃശ്യം മാത്രം മതി ഈ മാർഗത്തിന്റെ മനുഷ്യത്വമില്ലായ്മ വെളിവാകാൻ. ഈ യുദ്ധമാർഗം ഏതൊരു സംഘടനയ്ക്കും ഉപയോഗിക്കാവുന്നത്ര ലളിതമാണ്. ഒരുപക്ഷെ ശാസ്ത്രം പഠിക്കുന്ന യുവാക്കൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. ഈ ഒരു സ്ഫോടനത്തിലൂടെ ലോകത്തെ മുഴുവൻ വിശ്വാസമില്ലായ്മയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിടുകയാണ് ഇസ്രയേൽ ചെയ്തത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ആൾക്കൂട്ടത്തിലും ഓടുന്ന ട്രെയിനിലും നഗരമധ്യങ്ങളിലും സ്ഫോടനം നടത്തുന്നവർക്ക് ഇനി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ലക്ഷ്യമിടാം. സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ര സ്ഫോടക വസ്തു നിറച്ച് അയക്കാം. ഒരു രാജ്യത്ത് പരക്കെ സ്ഫോടനം നടത്താൻ ഒരു ബട്ടൺ മാത്രം മതിയാകും. യുദ്ധം ചെയ്യുന്നതിന്റെ സർവ്വ മര്യാദകളും ലംഘിച്ച് ഈ പണി ചെയ്തതിലൂടെ ഇസ്രയേൽ സ്വയം ഒരു ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കുക കൂടിയാണ്. ഗാസയിൽ ചെയ്യുന്നത് പോലും യുദ്ധമല്ല, വംശഹത്യയാണ്. അതിന്റെ അടുത്ത പടിയാണ് ലെബനനിൽ ഇപ്പോൾ ചെയ്തത്. അവിടെ പേജറുകൾ ഉപയോഗിക്കുന്നത് ഹെസ്ബുള്ള മാത്രമല്ല, യുദ്ധം മൂലം പലായനം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ട സാധാരണക്കാർ കൂടിയാണ്. 1 മണിക്കൂർ നേരത്തിനുള്ളിൽ ബെയ്റൂട്ടിലും സാരൈനിലും ഡമാസ്കസിലും എല്ലാം പൊട്ടിത്തെറികളുടെ പരമ്പര. 5000 പേജറുകളിൽ 2400 എണ്ണവും ഒരേ സമയം പൊട്ടിത്തെറിച്ചു. പേജർ യുദ്ധത്തെക്കാൾ പല മടങ്ങ് ആഘാതമുണ്ടാക്കുന്നതാണ് പിറ്റേ ദിവസമുണ്ടായ പൊട്ടിത്തെറികൾ.
പേജറുകൾ ഭീകരർ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് സാങ്കേതികമായി സമ്മതിച്ചാലും സോളാർ ബാറ്ററികളോ? രണ്ടാം ദിവസത്തെ സ്ഫോടന പരമ്പരയിൽ വാക്കി ടോക്കികൾ മാത്രമല്ല പൊട്ടിത്തെറിച്ചത്, സോളാർ ബാറ്ററികളും കാർ ബാറ്ററികളുമാണ്. പേജർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ കബറടക്കം നടത്തുമ്പോൾ അവിടെ വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു. അവരുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കാർ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്നു. ഭീകരരെ ഇല്ലാതാക്കാൻ ചെയ്തതാണ് എന്ന് ഇസ്രായേലിന് ഇത് കണ്ട് ചിരിക്കാൻ കഴിയുമോ? യുദ്ധത്തിൽ എന്തുമാകാം എന്ന പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കുകയല്ലേ ഇപ്പോൾ ചെയ്തത്? അമേരിക്കയും കാനഡയും ബ്രിട്ടനും നെതർലൻഡ്സും ചേർന്നാണ് ലോകത്തെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ 40% ഇറക്കുമതി ചെയ്യുന്നത് എന്നെങ്കിലും ഇസ്രയേൽ ഓർക്കേണ്ടതായിരുന്നു. അമേരിക്ക 25,000 കോടി ഡോളറിന്റെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യയുള്ള ഇന്ത്യ 2,500 കോടിയുടെ മാത്രമേ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ. ഇലക്ട്രോണിക് ഉൽപ്പന്ന വിപണിയിൽ ഇതോടെ എത്ര വലിയ അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്? ലോകം മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴാൻ വേറൊരു കാരണവും വേണ്ട. ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിയുടെ രജിസ്ട്രേഷനും ലോഗോയും വാങ്ങുക മാത്രമാണ് ഹംഗറിയിലെ കമ്പനി ചെയ്തത്. LGയുടെ പേരിൽ ടെലിവിഷൻ ഇവിടുത്തെ കമ്പനി നിർമ്മിക്കുന്നത് പോലെ ഒരു പരിപാടിയായിരുന്നു അത്. ശരിക്കും ഇസ്രയേൽ സ്ഥാപിച്ച കമ്പനിയായിരുന്നു ഹംഗറിയിലേത്. ബ്രാൻഡ് പേര് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി മാത്രം വാങ്ങിയ ശേഷം സ്വന്തം നിലയ്ക്ക് പേജറുകൾ നിർമ്മിച്ചു. പിന്നാലെ ലെബനനിൽ ഒരു സംഘം എത്തി. തായ്വാനിൽ നിന്നാണ് എന്ന പേരിൽ ചെല്ലുന്ന ആ കമ്പനി പേജറുകളുടെ ഗുണം പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഓർഡർ ശേഖരിച്ച് ഹംഗറിയിൽ നിർമ്മിച്ച് അവിടെ എത്തിക്കുകയാണ്. ഹംഗറിയുടെ സഹായം കൂടി ലഭിച്ചതുകൊണ്ടാണ് വലിയ പരിശോധനയില്ലാതെ കസ്റ്റംസ് കടമ്പകൾ കടന്ന് ഇവ ലെബനനിൽ എത്തിയത്. കേൾവി പരിമിതർ ചെവിയിൽ തിരുകുന്ന യന്ത്രങ്ങളെ പോലും ഇനി ഇറക്കുമതി ചെയ്യുമ്പോൾ ഭയക്കേണ്ടി വരില്ലേ എന്ന ചോദ്യം ഉയർത്താതിരിക്കാനാവില്ല. ലോകം അത്രമേൽ നിഷ്ഠൂര വഴികളിലാണ് ഇപ്പോൾ. സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.